എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സല്യൂട്ടേഷൻസ് ടു ഓൾ ഓഫ് യു. ഗുരുസേ ആൻഡ് ആലെ. ജർമ്മൻ ക്ലാസ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലെ ഭാവികാല ക്രിയ രൂപങ്ങളുടെ വ്യാകരണം പഠിക്കാം. ടുഡേ ഇൻ ദി ജർമ്മൻ ക്ലാസ് വി ക്യാൻ സ്റ്റഡി ദി ഫ്യൂച്ചർ ടെൻസ് ഗ്രാമർ ഓഫ് ജർമ്മൻ ലാംഗ്വേജ്. ഫ്യൂച്ചർ ടെൻസ് എന്നതിന് ജർമ്മനിൽ ഫ്യൂച്ചർ FUTUR ഫ്യൂച്ചർ എന്നും പറയും. Zukunft 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 എന്നും പറയും ഫ്യൂച്ചർ എന്നുള്ളതിന്. ഇൻ ജർമ്മൻ the term future is said as FUTUR future and also as Zukunft ZUKUNFT Zukunft. ഭാവികാല ക്രിയയ്ക്ക് ഇംഗ്ലീഷിൽ നമുക്കറിയാം വിൽ ഷാൽ എന്ന് പ്രയോഗമുണ്ട്. അതുപോലെ ജർമ്മനിലെ വെർഡൻ എന്നൊരു വാക്ക് WERDEN അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ, അതിനോടൊപ്പം പ്രധാന ക്രിയയുടെ ഇൻഫിനിറ്റീവ് അതും കൂടെ ചേർന്നിട്ടാണ് ഭാവികാലക്രിയ പ്രയോഗിക്കുന്നത്. ഇൻ ഇംഗ്ലീഷ് ദി വേർഡ്സ് വിൽ ഓർ ഷാൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ദി ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസസ്. ഇൻ ജർമ്മൻ ദി വേർഡ് വെർഡൻ WERDEN വെർഡൻ and its different forms are used along with the infinitive of the main verb. That infinitive is placed at the end of the sentence. ഉദാഹരണമായി നമുക്ക് കുറച്ച് വാചകം നോക്കാം. We can examine some examples. ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നതിന് ജർമ്മനിലെ ഇഷ് വെർഡെ സ്പ്രഷൻ എന്നാണ്. അവിടെ വെർഡൻ എന്നുള്ളതിൻ്റെ ഇഷ് വന്നുകൊണ്ട് വെർഡെ WERDE എക്സ്പ്രഷൻ. ഇൻ ജർമ്മൻ ഫോർ ദി സെൻറ്റൻസ് ഐ വിൽ ഓർ ഐ ഷാൽ സ്പീക്ക്, the expression is as ich werde sprechen. The word werde WERDE is used, the form of werden. അവൻ സംസാരിക്കും എന്നുള്ളതിന് wird sprechen. അവിടെ വെർഡെ എന്നല്ല, wird WERD wird expression. For the sentence he will or he shall speak, it is the expression as wird expression. WIRD wird is the form of the burden. നമ്മൾ, ഞങ്ങൾ എന്നാണെങ്കിൽ burden എന്ന് തന്നെയാണ്, WERDEN എന്ന് തന്നെയാണ്. burden expression. If the noun is we, it is burden WERDEN burden expression. നാമം നീ എന്നാണെങ്കിൽ, ദു എന്നാണെങ്കിൽ വിർസ്റ്റ് എന്നാണ്, WIRST വിർസ്റ്റ് ആണ്. അതുപോലെ നിങ്ങൾ എന്നാണെങ്കിൽ ഇയർ EHR ഇയർ ആണെങ്കിൽ അവിടെ വെർഡറ്റ് എന്നാണ്, WERDET അവിടെയാണ് വെർഡറ്റ് എന്നാണ്. അതുപോലെ അവർ, അതുപോലെ താങ്കൾ, ആ വാക്കുകൾക്ക് സി എന്നാണല്ലോ നാമം, അതിനും വെർഡൻ എന്ന് തന്നെയാണ്, WERDEN എന്ന് തന്നെയാണ്. അതിൻ്റെ വെർഡൻ എന്നുള്ള വാക്കിൻ്റെ മാറ്റങ്ങൾ അങ്ങനെയാണ്. അതിൻ്റെ കൂടി ഇൻഫിനിറ്റീവ് ചേർത്താണ് ഭാവികാല രൂപം ഉണ്ടാക്കുന്നത്. ഇഫ് ദി നൗൺ ഈസ് യു സിംഗുലർ, ദു ഫോം ഈസ് ബുർസ്റ്റ് WIRST ബുർസ്റ്റ്. ഇഫ് ദി നൗൺ ഈസ് യു പ്ലൂറൽ ഇയർ IHR, then it is verdette WERDET. For the noun they or you with respect, the noun is see and then the word is burden. ജർമ്മൻ ഭാഷയിൽ സാമാന്യ ഭാവികാല പ്രയോഗം വർത്തമാനകാലത്തിൽ തന്നെ പ്രയോഗിക്കുന്ന രീതിയാണ് ആധുനിക കാലത്ത് സ്വീകരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ സംസാരിക്കാം എന്ന് നേരത്തെ പറഞ്ഞത് ഇഷ് വെർഡെ എക്സ്പ്രഷൻ എന്ന് പറയാതെ എക്സ്പ്രഷൻ എന്ന് മാത്രം പറയുന്ന രീതിയുണ്ട്. അതുപോലെ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ താങ്കൾ
വരുമോ? അത് വെർഡൻ സി കൊമൻ എന്നാണ് വെർഡൻ ചേർത്തുള്ള പ്രയോഗമാണെങ്കിൽ. പക്ഷേ അങ്ങനെ പ്രയോഗിക്കാറില്ല. കൊമൻ സി എന്ന് വർത്തമാനകാല രൂപത്തിൽ മാത്രം ചോദിക്കുന്ന രീതിയാണ് കൂടുതലുള്ളത്. അവൻ പോകുന്നില്ല എന്നാണെങ്കിൽ എർ വിൽ നിഷ്ട് ഗേഹൻ എന്ന് പറയുന്നതിന് പകരം എർ ഗേഹ് നിഷ്ട് എന്ന് വർത്തമാനകാല രൂപത്തിൽ തന്നെ ഭാവികാല വ്യക്തമാകുന്ന രീതിയിലാണ് പറയാറുള്ളത്. ഇൻ മോഡേൺ ജർമ്മൻ ദി present tense form is commonly used instead of this future tense usages. For the sentence Ich werde sprechen, which means I will or I shall speak, the sentence is expresses Ich spreche. Present tense usage is there. Similarly, for the question sentence, interrogative sentence, werden Sie kommen? Will you come? The sentence is kommen Sie, present tense form. That is usual. ഭാവികാല രൂപങ്ങൾക്ക് തന്നെ നേരത്തെ ഒരു ക്ലാസ്സിലെ മൊഡാൽ വെർബൻ എന്ന് പറഞ്ഞ് വ്യാകരണം പഠിച്ചിരുന്നു. ഒരു കാര്യം ചെയ്യുന്നതിന് ആഗ്രഹമുണ്ട്, ഒരു കാര്യം അത്യാവശ്യമായി ചെയ്യണം എന്ന് തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് പ്രത്യേകം വാക്കുണ്ട്. ഉദാഹരണമായിട്ട് വോളൻ, സോളൻ, മ്യൂസൻ, മ്യോഗൻ, യൂർഫൻ, ക്വനൻ തുടങ്ങിയ മൊഡാൽ വെർബൻ അവകളെക്കുറിച്ച് നാം നേരത്തെ പഠിച്ചിരുന്നു. അങ്ങനെയുള്ള പ്രയോഗങ്ങൾക്ക് ആ രൂപങ്ങൾ സാധാരണയായിട്ട് പ്രയോഗിക്കാറുണ്ട്. ഇൻ എ പ്രീവിയസ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ടു ഡിനോട്ട്, ടു എക്സ്പ്രസ് ദി ഇൻറ്റൻഷൻ, I like to do that or I must do that, etc. For that, the modal verben wollen, müssen, sollen, dürfen, können, mögen, etc. are the main modal verben which are commonly used in the future tense sentences. Future perfect എന്ന പ്രത്യേക ഒരു ക്രിയാരൂപം ഉണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ലെങ്കിൽ സുക്കുംറ്റ് പെർഫെക്റ്റ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഞാനത് വാങ്ങേണ്ടതാണ് എന്ന് പറയണമെങ്കിൽ ഈഷ് വെർഡെ എസ് ഗെക്കൗഫ്റ്റ് ഹാബൻ. അവിടെ പ്രധാന ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് ഉപയോഗിക്കുന്നത്. വാചകത്തിൻ്റെ അവസാനമായി ഹാബൻ കൂടി ചേർക്കുന്നു. നീ അത് വാങ്ങേണ്ടതില്ല എന്ന് പറയണമെങ്കിൽ ദു വിസ്റ്റ് നിഷ്ട് എസ് ഗെക്കൗഫ്റ്റ് ഹാബൻ അങ്ങനെ പറയാം. If something is supposed to be done in the future, then the future perfect is a grammatical option. Future perfect or Zukunftsperfekt. For that, along with the verb form and the past participle form of the main verb haben, the word haben is used at the end of the sentence. For example, to say I will have to buy it, Ich werde es gekauft haben. You will not have bought that. For that the du wirst nicht es gekauft haben. Perfect tense മുമ്പ് ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ചില വാചകങ്ങളിൽ ഹാബൻ എന്ന ഈ ഭാഗത്ത് SCIN സൈൻ എന്ന ക്രിയയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് പഠിച്ചു. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റിലും സുക്കും പെർഫെക്റ്റിലും ചില സ്ഥലങ്ങളിൽ ഹാബൻ എന്ന സ്ഥലത്തിൻ്റെ എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് സൈൻ എന്ന ക്രിയാപദം ചേരുന്നത് കാണാം. ഉദാഹരണമായിട്ട് അവർ അവിടെ ഉണ്ടാകുകയില്ല എന്നതിന് സി വെർഡൻ നിഷ് ഡോട്ട് സൈൻ, അവൻ അവിടെ എപ്പോൾ കാണും എന്ന ചോദ്യത്തിന് വൻ വെർഡ് എർ ഡോട്ട് സൈൻ. ഇൻ എ പ്രീവിയസ് ക്ലാസ് when we study the grammar of perfect tense, we have noticed that in certain sentences the verb sein is used instead of haben. Similarly, in future perfect also, in certain sentences, the verb sein is more appropriate. For example, the sentence they will not be there is expressed in future perfect as sie werden nicht dort sein. When will he be there? It is expressed as when will er dort sein. എനിക്ക് അവിടെ പോകേണ്ടി വരും, അതിന് നല്ല വില നൽകേണ്ടി വരും തുടങ്ങിയ
വാചകങ്ങൾ ഭാവികാലമാണ്. അങ്ങനെയുള്ള വാചകങ്ങൾക്ക് ഐ വുഡ്, ഐ ഷുഡ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പ്രയോഗം വരുന്നത്. അവയ്ക്ക് വെർഡൻ എന്നല്ല, അതിന് പ്രത്യേക ഒരു വാക്കുണ്ട്, WURDEN, വുർഡൻ എന്ന വാക്കിൻ്റെ രൂപങ്ങളാണ് പ്രയോഗിക്കുന്നത്. അത് നാമം അനുസരിച്ച് ചെറിയ മാറ്റമുണ്ട്. ഈ വുർഡൻ എന്നുള്ളതിൻ്റെ ചെറിയ മാറ്റം ഉണ്ടാകും. ഉദാഹരണമായിട്ട് എനിക്ക് പോകേണ്ടി വരും എന്നതിന് ഇഷ് വുർഡേ ഗേഹൻ എന്നാണ്, പോകേണ്ടി വരും, പോയേക്കാം. അത് കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ അത് സംശയം, ഒരു തീർച്ചയല്ലാത്ത സന്ദർഭങ്ങളിലാണ് വരുന്നത്. നിനക്ക് അതിൻ്റെ വില നൽകേണ്ടി വരും എന്നുള്ളതിന് ദു യുർഡെസ്റ്റ് എസ് ബെസാലൻ, യുർഡെസ്റ്റ് ആണ് അവിടെ, WURDEST, അവൻ അല്ലെങ്കിൽ അവൾ, അത്. ഇതിനൊക്കെ യുർഡേ, RDE, യുർഡേ കോമൻ എന്നാണ്. യുർഡേ കോമൻ, എസ് യുർഡേ കോമൻ, സി യുർഡേ കോമൻ, അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് അത് വാങ്ങേണ്ടി വരില്ല എന്ന് പറയുകയാണെങ്കിൽ ഇയർ യുർഡെറ്റ് നിഷ്റ്റ് എസ് കൗഫൻ, അവിടെ WURDET, യുർഡെറ്റ് എന്നാണ്. അവർക്ക് ഉത്തരം പറയേണ്ടി വരില്ല എന്ന് പറയണമെങ്കിൽ സി വ്യൂർഡൻ നിഷ്റ്റ് ആൻഡ് വർട്ടൺ, അവിടെ വ്യൂർഡൻ എന്ന് തന്നെയാണ്. അഥവാ വ്യൂർഡൻ നിഷ്റ്റ് ആൻഡ് വർട്ടൺ എന്നാണ് വാക്ക്. അവിടെ WURDEN എന്ന് തന്നെയാണ് വാക്ക്. ഇൻ എ കണ്ടീഷണൽ സെൻറ്റൻസ് ഇൻ ഫ്യൂച്ചർ ടെൻസ് where commonly would or should is used, instead of werden, the word WURDEN, würden, and its forms are used. For example, say I should go. It is ich würde gehen. There the word is WURDE, ich würde gehen. The infinitive of the main verb is used at the end of a sentence. You should pay it. Do your best as Besalet. WURDEST. Your best as Besalet. There würde common. Würde. For he, she, or it, that, etc. The word is würde. If the noun is you, plural, then it is as here worded common. If the noun is they or we or you, that is you with a respect, they would give answer. It is said as see wooden and orton. There the word is wooden is we would give answer. There also we are wooden and orton. Thank you. Choose how വീഡർ സയ്യൻ ബൈ. ടു സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.